ഓം ഗുരുഭ്യോ നമ. ഓം ഗംഗണപതേ നമ. ഓം സംസരസ്വത്യൈ നമ. ഓങ്കാരപ്പൊരുളാം ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം വരം ധീമഹി. പാരാശ്ചര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷഡ്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാൽ ഭാരത പങ്കജം കലിമലപ്രധ്വം നിനശ്രേയസേ. അങ്കാരപർണോപാഖ്യാനം. അർജുനൻ മുമ്പിലൊരു കൊള്ളിയും മിന്നി മിന്നി നിർജ്ജരാ നദി കടന്നിടുവാൻ തുടങ്ങുമ്പോൾ മജ്ജനം ചെയ്യുന്നോരു ഗന്ധർവൻ തന്നെ കണ്ടു. നിർജ്ജരാധിപ തനയാദികൾ നിന്ന നേരം അങ്കനാജനവുമായി അങ്കജാവിവശനായി ശൃംഗാരരസം പൂണ്ടു ശൃംഗാരയോനി സമൻ ഗംഗയിൽ സോമശ്രവായണമാം തീർത്ഥത്തിങ്കൽ അങ്കാരവർണ്ണനെന്ന ഗന്ധർവൻ ക്രീഡിക്കുമ്പോൾ കോപവും കലർന്നവൻ ചാപവും കുലയേറ്റി ഭൂപതീവരന്മാരാം പാണ്ഡവരോടു ചൊന്നാൻ, പൂർവരാത്രാദീങ്കൽ ഘോരമായുള്ള സന്ധ്യാകാലത്തു മനുഷ്യർക്കു സഞ്ചരിക്കരുതല്ലോ. യക്ഷരാക്ഷസ ഗന്ധർവാദികൾക്കുള്ള കാലം ധിക്കരിച്ചതീ ലോഭം കൈക്കൊണ്ടു നടക്കിലോ. ഭക്ഷിക്കും മനുഷ്യരെ രക്ഷസാം പരീക്ഷകൾ രക്ഷിപ്പാൻ പോരുമെങ്കിൽ ഏതുമേ മടിക്കേണ്ട. അങ്കാരപർണനെന്ന ഗന്ധർവപ്രവരന്ത ഞാൻ അങ്കാരപർണം മമ നാമത്താൽ വനാമിതും ഔഷീഷാനാകുന്നതു ധനദാസഖി ഞാനും. രോക്ഷവും എന്നോളമില്ലാർക്കുമെന്നറിഞ്ഞാലും കൗണപാദികൾ പോലും അവിടെ വരുവീല പ്രാണനെ വെടിഞ്ഞു വന്നിടുവാനെന്തു നിങ്ങൾ എന്നതു കേട്ട നേരം ചൊല്ലിനാൻ ധനഞ്ജയൻ, നന്നു നന്നത്രയും നീ ചൊന്നതു നന്നു പാരം. ഹിമവൽഗിരി ഗംഗാ സമുദ്രം വറ്റിങ്കൽ പകലും രാവും സന്ധ്യാനേരവും നടന്നിടാം. എല്ലാവർക്കും ഗമിച്ചിടാം എല്ലാ നേരവും അതിനില്ലൊരു തടവേതും ദുഷ്ടജന്തുക്കളാലേ എന്നല്ലോ മുനീവരനാകിയ വേദവ്യാസൻ ചൊല്ലിയത് അസത്യമല്ലെന്നു നീ അറിഞ്ഞില്ലേ. ക്ഷുദ്രന്മാരല്ല ഞങ്ങൾ നിങ്ങളെ പേടിപ്പതിന് അദ്രിസാഗരാദിയും ഭേദിപ്പൻ ദിവ്യാസ്ത്രത്താൽ ദുർബലന്മാരായി ഭീതന്മാരായ മനുഷ്യരെ കർപ്പുരാദികൾ പേടിപ്പിച്ചിടുവെന്നേ വരൂ. ദുർമതം കലർന്നൊരു ഗന്ധർവവീരനപ്പോൾ നിർമ്മലതരമായ ശസ്ത്രൗഘം പ്രയോഗിച്ചാൻ. ഉൽമൂകം കൊണ്ടു തടുത്തിടിനാൻ കിരീടിയും പൊന്മയമായ രഥം തന്നെയും ദഹിപ്പിച്ചാൻ. അർജുനൻ പ്രയോഗിച്ചോരാഗ്നയാസ്ത്രത്താലപ്പോൾ സജ്വരനായി മോഹിച്ചു വീണിതു ഗന്ധർവനും. കൗശികൻ ചുറ്റിപ്പിടിച്ചപ്പോഴേ വധിപ്പാനായി ആശു ഫൽഗുനൻ തുനിഞ്ഞിതു കണ്ടവൻ ഭാര്യ സുന്ദരി കുംഭീനസി ധർമ്മനന്ദനൻ കാൽക്കൽ ക്രന്ദനം ചെയ്തു വീണു ശരണം പ്രാപിച്ചപ്പോൾ. സ്ത്രീനാഥൻ പരാജിതൻ കീർത്തിഹീനനുമായി മാനവും വെടിഞ്ഞവൻ തന്നെ നീ കൊന്നീടൊല്ല. അഭയം കൊടുക്കുന്നു ധർമ്മജൻ ചൊന്ന നേരം അഭിമാനികൾ മുൻപൻ അർജുനൻ ചൊല്ലിയിടിനാൻ, ധർമാത്മജൻ അഭയം തന്ന മൂലം നിർമ്മലനായ നിന്നെ കൊല്ലുന്നീലിനി ഞാനോ. പൊയ്ക്കൊള്ളുക പേടിക്കേണ്ട നീ ഇനി എന്ന നേരം കാൽക്കൽ വീണുരാ ചെയ്താൻ ഗന്ധർവപ്രവരനും. അങ്കാരപർണനെന്ന പേരെനിക്കിനി വേണ്ട, സങ്കരത്തിങ്കൽ നിന്നാൽ ജിതനായി വന്ന മൂലം മാനിയാം നിനക്കു ഞാൻ ചാക്ഷുഷി എന്ന വിദ്യ ദാനം ചെയ്യുന്നതുണ്ടി പ്രാണനെ രക്ഷിക്കയാൽ. കാമദാ രഥാസുതായാ ആയുധാദികളുണ്ടാം സോമവംശോത്ഭൂതനാം നിനക്കൂ ധനഞ്ജയ. ഉത്തമം പ്രീതിദത്തം അതിലും വിദ്യാദത്തം എത്രയും ശുഭം പുനരെങ്കിലും ഇതു കേൾനീ. പ്രാണരക്ഷണത്തിനു കൂലി വാങ്ങുകയില്ല മാനികളായ നൃപൻ വീരന്മാരറിയുക നീ. എങ്കിലാഗ്നേയാസ്ത്രം എനിക്കു പഠിക്കണം, എങ്കിൽ നിന്നെൻ്റെ വിദ്യ വാങ്ങിക്കൊള്ളുകയും വേണം.
സഖ്യവും നമ്മിലിനി വേറിടാതിരിക്കണം. വിഖ്യാതയായ കീർത്തി വർദ്ധിപ്പിക്കയും വേണം. ഗന്ധർവൻ ചൊന്നവണ്ണം അന്യോന്യം പഠിച്ചുടൻ കുന്തിനന്ദനൻ പുനരവനോടുരാ ചെയ്താൻ. എന്തൊരു മൂലം ഭവാൻ ഞങ്ങളെ വിരോധിപ്പാൻ? ബന്ധമില്ലൊന്നുകൊണ്ടും സാധുക്കളല്ലോ ഞങ്ങൾ. എങ്കിലോ ധനഞ്ജയ കേട്ടാലും മൂലം സങ്കടമിനിമേൽ നാളുണ്ടാകാതിരിപ്പാനായി ബ്രാഹ്മണ പുരസ്കൃതന്മാരായിട്ടിരിക്കണം. ധാർമ്മികന്മാരാകിലും മറ്റുള്ള ജാതിയെല്ലാം യക്ഷരാക്ഷസ ഗന്ധർവോരക പിശാചാതി ദുഃഖങ്ങൾ നൽകും പല രക്ഷയുണ്ടെന്നാകിലും നിശ്ചയം അബ്രാഹ്മണ്യ അഭയങ്കരമല്ല. സദ്വിചാർച്ചനായുള്ളോർക്കില്ലൊരു ഭയമെങ്ങും. നല്ലൊരു പുരോഹിതൻ വേണം ഭൂപതിയായാൽ. അല്ലൽ കൂടാതെ വണ്ണമൈഹികൗ പാരത്രികം അല്ലാകിൽ സാധിപ്പതിൻ നാമെല്ലെന്നറിയണം. കല്യന്മാരെന്നാകിലും അറിക ധനഞ്ജയ. താപത്യാഗാർത്ഥം ഒരു താപസോത്തമൻ തന്നെ. താപത്യന്മാരെ നിങ്ങൾ ഗുരുവായി വരിക്കണം. താപത്യന്മാരെന്നതു കേട്ടു ചോദിച്ചു ജിഷ്ണു. താപത്യന്മാരെന്നതു ചൊല്ലുവാൻ മൂലം ചൊൽനീ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.